ഹായ്, സസ്നേഹം കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ HTML വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു HTML പേജ് എങ്ങനെ സേവ് ചെയ്യാം എന്നതാണ്. അതിനായി ഒരു നോട്ട്പാഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. ഞാനൊരു നോട്ട്പാഡ് ഫയൽ ആദ്യമേ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML എന്ന് എഴുതുക. തുടർന്ന് HTML ടാഗ് ഓപ്പൺ ചെയ്യുക, HTML ടാഗ് ക്ലോസ് ചെയ്യുക. ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യാം, അത് ക്ലോസ് ചെയ്യാം. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിന് എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാം. സോ ഞാൻ കൊടുക്കുന്നത് മൈ പേജ് ടൈറ്റിൽ എന്ന് കൊടുക്കുന്നു. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ടൈറ്റിൽ ടാഗ് എപ്പോഴും ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത ടാഗിൻ്റെ പുറത്തായിട്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വെബ് പേജിനകത്ത് എന്താണ് കാണിക്കേണ്ടത് എന്ന് എഴുതുന്നത്. എന്താണോ വെബ് പേജിനകത്ത്, ചിത്രങ്ങളാണോ, വീഡിയോസാണോ, കണ്ടൻറ്റുകളാണോ, എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്താണോ വേണ്ടത് അത് ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ് നാം എഴുതേണ്ടത്. സോ ഇവിടെ ഞാൻ ദിസ് ഈസ് മൈ ഫസ്റ്റ് വെബ് പേജ്. എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് ബോഡി ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ്. ഇനി ഞാനത് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുന്നത് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് സെലക്ട് ചെയ്യുക. എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിലാണ്. സോ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ്. ഇവിടെ ഫയലിന് എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കൊടുക്കാം. ഞാൻ കൊടുത്തിരിക്കുന്നത് വെബ് എന്നാണ്. തുടർന്ന് പേജിൻ്റെ എക്സ്റ്റൻഷൻ .html എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. സേവ് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് ബ്രൗസറിൻ്റെ ഐക്കണോട് കൂടിയൊരു ഫയൽ ഇവിടെ കാണാം. അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ ആദ്യത്തെ വെബ് പേജ്. സോ ഞാനൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മൈ പേജ് ടൈറ്റിൽ ടാഗിനകത്ത് എന്താണോ ഞാൻ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്കിവിടെ പേജിൻ്റെ ടൈറ്റിലായിട്ട് കാണാം. അതുപോലെ ബോഡി ടാഗിനകത്ത് കൊടുത്തിട്ടുള്ള ദിസ് ഈസ് മൈ ഫസ്റ്റ് പേജ്, വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്ന കണ്ടൻറ്റ് ബോഡി ടാഗിനകത്ത് കൊടുത്തുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിനകത്ത് കാണാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സസ്നേഹം സൈറ്റിലേക്ക് തന്നെ പോകാം. ഇവിടെ നിങ്ങൾക്ക് സസ്നേഹം എന്ന് കാണാം. ഇതാണ് സസ്നേഹം HTML ടാഗിൽ ടൈറ്റിൽ ടാഗിൽ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ് സസ്നേഹം എന്നാണ്. അതാണ് സസ്നേഹം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ബോഡി ടാഗ്, ഈ ടോപ്പ് ടു ബോട്ടം, ഇതിൻ്റെ പേജിൻ്റെ ബോട്ടം വരെയുള്ള അത്രയും കാര്യങ്ങൾ അത് ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ബോഡി ടാഗിനകത്ത് വന്നിട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു വെബ്സൈറ്റിലെ HTML കോഡ് അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ പേജ് ഓപ്പൺ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം വ്യൂ പേജ് സോഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബിലുള്ള HTML ടാഗുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നോട്ട്പാഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത്രയും ടാഗുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സെയിം തിങ് നമുക്ക് സസ്നേഹം പേജിൽ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക്, വ്യൂ പേജ് സോഴ്സ്. ഇവിടെ സസ്നേഹം പേജിൻ്റെ HTML ടാഗുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഹെഡ് ടാഗ് ഉണ്ട്, ടൈറ്റിൽ ടാഗ്, നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള ടൈറ്റിൽ ടാഗിനകത്തുള്ള സസ്നേഹം എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ HTML ടാഗ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് ഇങ്ങനെയും, അതായത് അത് എഡിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ ഈ ടാഗിനകത്ത് പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് പാഡ് ഓപ്പൺ ആവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.